ആരിലും നന്മ കാണുവാൻ കഴിയണം, ആരുമെന്നുറ്റവരായിടണം. ഉള്ളിലെനിക്കു നിറയണം സ്നേഹത്തിൻ തുള്ളികൾ നീക്കമില്ലാതെ എന്നും. ആരിലും നന്മ കാണുവാൻ കഴിയണം, ആരുമെന്നുറ്റവരായിടണം. നമ്മുടെ ഓർണവട്ടത്ത് 10ാം ക്ലാസ് +2 പരീക്ഷകളിലും മറ്റുന്നത പഠനങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ച് ഓർണവട്ടം ലയൺസ് ക്ലബ്. ഉന്നത വിജയികളെ ആദരിക്കുന്ന മെറിറ്റ് ഈവനിങ്ങിനൊപ്പം ലയൺസ് ഇന്റർനാഷണൽ ഓർണവട്ടം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പ്രൗഢഗംഭീരമായി നടന്നു. ഉടവട്ടൂർ റോക്കൻ ഫാം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ MJF ലയൺ CA അലക്സ് കുര്യാക്കോസ് ചടങ്ങിൽ മുഖ്യാതിഥിയാവുകയും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനൊപ്പം ലയൺസ് ക്ലബിന്റെ പുതിയ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ പ്രോജക്ട് ഉദ്ഘാടനം GST കോഓർഡിനേറ്റർ PMJF ലയൺ LR ജയരാജ് നിർവഹിച്ചു. ക്ലബിലേക്ക് പുതുതായി അംഗത്വമെടുത്ത ശ്രീ പ്രജു, ദിലീപ്, ലിജിൻ എന്നീ 3 പേരെയും ചടങ്ങിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളായി ലയൺ സോണി സാം ജോൺസ് പ്രസിഡന്റ്, ലയൺ അഡ്വക്കേറ്റ് അനീഷ റസ് സെക്രട്ടറി, ലയൺ ഉണ്ണികൃഷ്ണപിള്ള ട്രഷററി എന്നിവരെ ഔദ്യോഗികമായി ചുമതലയേറ്റു. ഇന്നത്തെ നമ്മുടെ മെറിറ്റ് ഈവനിങ്ങും ഓടനാവട്ടം ലയൺസ് ക്ലബിന്റെ ഇൻഡക്ഷൻ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ക്ഷണിപ്പാൻ നമുക്ക് ഈ സ്റ്റേജും സംവിധാനങ്ങളെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ ലയൺ MJF ഷാജി സോമനാഥൻ സാറാണ്. സാറ് ഉദാരമായ സാർ വേണമെങ്കിൽ നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യാമായിരിക്കാമായിരുന്നു. എങ്കിലും SLCയും +2വും ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങൾക്ക് ഒരു മോന്റെയും ഒരു കാഴ്ചപ്പാടും കൊടുക്കണമെന്ന് സാറിന്റെ ഉള്ളിൽ തോന്നിയ ഒരു ചിന്തയാണ് ഈ 5 വർഷം കൊണ്ടും നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. നല്ല മനുഷ്യസ്നേഹികളായ ധാരാളം സുഹൃത്തുക്കളുടെ ഒരു നല്ല കൂട്ടായ്മയാണ് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടായ്മ വഴി ധാരാളം കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്നാണെങ്കിലും ധാരാളം കുഞ്ഞുങ്ങളെ, ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ വിളിച്ച് അവരെ നമ്മുടെ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് അവരെ ആദരിക്കുന്ന ഒരു മഹത്തായ കാര്യം കൂടി ഈ ക്ലബ്ബ് ചെയ്യുകയാണ്. 109 വർഷം പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുക. ലയൺസ് പ്രസ്ഥാനം ആരംഭിച്ചത് 1917-ലാണ്. 109 വർഷമായി ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലയൺസ് ക്ലബ്ബുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000 ലയൺസ് ക്ലബ്ബാണ് ലോകത്തെമ്പാടും ഉള്ളത്. 50,000. അതിലൊരു ക്ലബ്ബാണ് ഓടനാവട്ടം ലയൺസ് ക്ലബ്ബ്. ഞങ്ങൾ വി സർവ്, നമ്മൾ സേവനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന് കീഴിലാണ് നമ്മൾ പല നല്ല കാര്യങ്ങൾ, ഈ സമൂഹത്തിന് വേണ്ടിയ പല നല്ല കാര്യങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് ഉത്തേജനം നൽകാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ വിചാരിക്കുന്നതായിരിക്കും നമ്മൾ ഈ ഓടനാവട്ടം പോലെ ഒരു ചെറിയ സ്ഥലത്ത് ജീവിക്കുന്ന, അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമുക്ക് പയറ്റി മുന്നോട്ടെത്താനായിട്ട് സാധിക്കും. തിരുവനന്തപുരവും എറണാകുളവും അല്ലെങ്കിൽ അതുപോലെ വലിയ ടൗണിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ധാരാളം അവസരങ്ങൾ നമ്മളെക്കാൾ ഉണ്ടല്ലോ. പക്ഷെ ആ കാലമൊക്കെ പോയി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒരു ചെറിയ ഗ്രാമം ആയിട്ട് മാറിയിരിക്കുന്ന അവസരമാണ്. അത്രമാത്രം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ വളരെ വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏത് മുക്കിലും മൂലയിരുന്നാലും ഈ ലോകത്തിൽ എന്ത് നടക്കുന്നു അത് അപ്പം അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ, ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വിജ്ഞാനവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും.
പ്രജു, ദിലീപ് ആൻഡ് ലിജിൻ. അപ്പം നിങ്ങൾ 3 പേരാണ് ഇന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് ചേരാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ലയൺ സുഹൃത്തുക്കളുടെയും പേരിൽ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിക്കവാറും എല്ലാ വർഷവും ഞാൻ തന്നെയാണ് ഈ ക്ലബിൻ്റെ പ്രൊജക്ട് ഇനാഗുറേഷൻ. ഈ വർഷവും അത് മുടങ്ങാതെ തന്നെ എന്നെ തന്നെ ഏൽപ്പിച്ചു. അതിനുള്ള പ്രത്യേക നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ എല്ലാ പ്രൊജക്റ്റുകളുടെയും ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാ അംഗങ്ങളുടെയും പ്രതിനിധിയായിട്ട് ഈ ഒരു അധികാര ചിഹ്നം ഞാൻ സോണി സാം ജോൺസിനെ ഏൽപ്പിക്കുന്നു. വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഊർജ്ജസ്വതയോടെ ഈ ക്ലബിനെ മുന്നോട്ട് നയിക്കാൻ ജഗദീശ്വരൻ അദ്ദേഹത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്.